പ്ലാനിംഗ് അഥവാ ആസൂത്രണം. അപ്പൊ പ്ലാനിംഗ് നിങ്ങളെല്ലാം പഠിച്ചതാണ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റില് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ അടിയിൽ പഠിച്ചതാണ് പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്, ഇതെല്ലാം പഠിച്ചതാണ്. അതിൽ ഓരോ ഫംഗ്ഷനും എന്ന് വെച്ചാൽ ഓരോ ഫംഗ്ഷനും ഓരോ ചാപ്റ്റർ ആയിട്ട് തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം 4th ചാപ്റ്റർ പ്ലാനിംഗ്, 5th ഓർഗനൈസിങ്, അങ്ങനെ ഓരോ ചാപ്റ്ററിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണാം. അപ്പൊ ഈ ചാപ്റ്ററിൽ കാണുന്നത് പ്ലാനിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം. ആസൂത്രണം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കാണുന്നത്. അപ്പം നമ്മൾക്കറിയാം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ പഠിച്ചു ആദ്യത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ്. അപ്പം പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ആദ്യം എഴുതാൻ പറ്റും ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിങ്. പ്ലാനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്ടിങ്ങും കൺട്രോളിങ്ങും എല്ലാ ഫംഗ്ഷനും വരുന്നത് പ്ലാനിംഗ് എന്നുള്ള ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ബാക്കി ഓരോ ഫംഗ്ഷൻസും വരുന്നത്. അപ്പൊ ബേസിസ് ഓഫ് എല്ലാ ഫംഗ്ഷന്റെയും പ്ലാനിംഗ് ആക്ട് ആസ് എ ബേസിസ് ഓഫ് ഓൾ അതർ ഫംഗ്ഷൻസ്. ബാക്കി എല്ലാ ഫംഗ്ഷന്റെയും ഒരു ബേസിസ് ആയിട്ട് ഒരു ആദ്യത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ്. ബാക്കി എല്ലാ ഫംഗ്ഷന്റെയും ഒരു ബേസിസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ്. അപ്പൊ പ്ലാനിംഗ് ആക്ട് ആസ് എ ബേസിസ് ഓഫ് all other function. Planning is the first അഥവാ primary function of management. അപ്പൊ പ്ലാനിംഗ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ അഥവാ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിംഗ് ആക്ട് ആസ് ദ ബേസിസ് ഓഫ് ഓൾ അതർ ഫംഗ്ഷൻസ്. പ്ലാനിംഗ് ആണ് എല്ലാ ഫംഗ്ഷന്റെ അടിസ്ഥാനം. കാരണം എന്താ, പ്ലാനിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്ടിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പ്ലാനിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പ്ലാനിംഗ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, പ്ലാനിംഗ് ആക്ട് ആസ് ദ ബേസിസ് ഓഫ് ഓൾ അതർ ഫംഗ്ഷൻസ്. ഏത് ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും ഈ ഓർഡറിൽ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ പ്ലാനിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് സ്റ്റാഫിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, പ്ലാനിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസിങ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് സ്റ്റാഫിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഓർഡറിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലാനിംഗ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിംഗ് ആക്ട് ആസ് ദ ബേസിസ് ഓഫ് ഓൾ അതർ ഫംഗ്ഷൻസ്. ഇത് രണ്ടുമാണ് ആദ്യം പറയുന്ന പ്ലാനിങ്ങിനെ കുറിച്ച്. അടുത്തത് മീനിങ് ഓഫ് പ്ലാനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. മീനിങ് ഓഫ് പ്ലാനിങ് നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ, ഈ കൊറോണ എല്ലാം കഴിഞ്ഞ് ഈ ലോക്ക്ഡൌൺ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലസ് ടുവിൽ ഒരു ടൂർ പോകാൻ ആലോചിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. പ്ലസ് ടുവിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ടൂർ പോകാൻ ആലോചിക്കുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം ഒരു ടൂർ പോകണമെങ്കിൽ തന്നെ? എവിടെ പോകണം എന്ന് ആലോചിക്കണം, ആരൊക്കെ കൂടെ പോകണം എന്ന് ആലോചിക്കണം, എങ്ങനെ പോകണം എന്ന് ആലോചിക്കണം, എന്ന് പോകണം എന്ന് ആലോചിക്കണം, അങ്ങനെ ഡേറ്റ് ആലോചിക്കണം, പ്ലേസ് ആലോചിക്കണം, എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് പോകുന്നത്, ബസ്സിലാണോ ട്രെയിനിലാണോ പോണത് എന്ന് ആലോചിക്കണം, ബഡ്ജറ്റ് ആലോചിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഈവൻ ഒരു ടൂർ പോകണമെങ്കിൽ പോലും നമ്മൾ കുറെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താലേ നമുക്കൊരു ടൂർ പോകാൻ പോലും പറ്റുള്ളൂ. അപ്പം പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ ആൻഡ് ബൈ ഹൂം ഈസ് ടു ബി ഡൺ. സോ ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ടൂർ പോകണമെങ്കിൽ തന്നെ വാട്ട് ഈസ് ടു ബി ഡൺ, എന്നാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, വെൻ ഈസ് ടു ബി ഡൺ, എന്നാണ് പോകേണ്ടത്, ഹൗ ഈസ് ടു ബി ഡൺ, എങ്ങനെയാണ് പോകേണ്ടത്, ബൈ ഹും ഈസ് ടു ബി ഡൺ, ആരൊക്കെ കൂടിയാണ് പോകേണ്ടത്, ഇതെല്ലാം തീരുമാനിച്ചിട്ട് വേണം ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പം ഇതെല്ലാം പ്ലാനിങ് ലൈക്ക് ഒരു ടൂർ പോകുന്നതിന് മുമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, അതോ ടൂർ പോയി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പ്ലാൻ ചെയ്യുക? യൂഷ്വലി നമ്മൾ ടൂർ പോകുന്നതിന് മുമ്പല്ലേ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ പോകണം, എന്തിനാ, എവിടെ പോകണം, ഏതായിരിക്കും പ്ലേസ് പോകേണ്ടത് എന്നെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയായിരിക്കും? ടൂർ പോകുന്നതിന് മുമ്പായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുവാണ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ ആൻഡ് ബൈ ഹും ഈസ് ടു ബി ഡൺ. അപ്പം ഇതെല്ലാം നേരത്തെ തീരുമാനിക്കുന്നതിന്, മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിന്, മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചെയ്യുന്നതിന് മുൻപേ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ ആലോചിക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുക. അപ്പം പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുന്നു വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, ബൈ ഹും ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മുൻകൂട്ടി ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനാണ് ആസൂത്രണം അഥവാ പ്ലാനിംഗ് എന്ന് പറയുന്നത്.
പ്ലാനിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സിസ്റ്റർ തന്ന നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലില്ലേ? സിസ്റ്റർ തന്ന നോട്ട് എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ആ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ലൈക്ക് പ്ലാനിങ് is deciding in advance what to do, how to do and who to do it. Planning bridges the gap from where we are to where we want to go. It makes possible for things to happen. ഇത് ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ട് കൂൺസ് ആൻഡ് ഓഡോണൽ എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ട് തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. പ്ലാനിങ്ങിന്റെ ഒരു ഫേമസ് ഡെഫിനിഷൻ ആണ്. പ്ലാനിങ് is deciding in advance what to do, how to do and who to do it. Planning bridges the gap from where we are to where we want to go. It makes it possible for things to happen. ഇതാണ് പ്ലാനിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ പറയുന്നത് പ്ലാനിങ് is deciding in advance what to do, how to do and who to do it. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് സെന്റൻസ് പറയുന്നത് പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്രം വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ നമുക്ക് എവിടെയാണോ പോകേണ്ടത് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പ്ലാനിങ് സഹായിക്കുന്നു എന്നാണ് സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് ഈ +2 നിങ്ങളിപ്പോ ബോർഡ് എക്സാം എഴുതാൻ പോവാ. അപ്പം ബോർഡ് എക്സാമിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ലൈക്ക് നിങ്ങളുടെ ലക്ഷ്യം ഒരു 95% മാർക്ക് മേടിച്ച് പാസ്സാകണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ എക്സാമിന് 95% മേടിക്കണം എന്നാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന രീതിയിലൊക്കെ പഠിച്ചു പോയാൽ ഒരു 85% ഒക്കെ കിട്ടുള്ളൂ എന്നാണ് നിങ്ങൾക്ക് ഇപ്പം +1 എക്സാം കഴിഞ്ഞിട്ടും ബാക്കി നിങ്ങളുടെ ഇന്റേണൽസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ ഉള്ള രീതിയിൽ പോയാൽ നിങ്ങൾക്ക് ഒരു 85% കിട്ടുള്ളൂ എന്ന് വിചാരിച്ചോളൂ. അപ്പം 95% നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 95%. ഇപ്പൊ ഉള്ള രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് 85% കിട്ടുള്ളൂ. അപ്പം നമുക്ക് എത്രയാ വേണ്ടത്? 95%. നമ്മൾക്ക് എത്രയാണ് ഇപ്പൊ ഉള്ളത്? 85%. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് പ്ലാനിങ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ആ 10% ഇല്ലേ, അത് ഫില്ല് ചെയ്യുന്നത് പ്ലാനിങ് ആണ്. അപ്പൊ ഈ 85% നിൽക്കുന്ന നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മൾ പഠിക്കുന്നത് തന്നെ അത് ലൈക്ക് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുകയും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയും അന്നന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്ലാൻ ചെയ്തനുസരിച്ച് ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഭാവിക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ്. അപ്പം നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് എവിടെയാണോ എത്തേണ്ടത്, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് പ്ലാനിങ് ആണ്. അതാണ് പറയുന്നത് പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. അപ്പം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ഇപ്പൊ 85% നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് 95% എത്താനുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് പ്ലാൻ ചെയ്ത് ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ആ 95% എത്താൻ സാധിക്കും. അപ്പൊ പ്ലാനിങ് ആണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറെ പ്ലാൻസ് ഉണ്ടാക്കുന്നുണ്ട്, കുറെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ലൈഫിൽ തന്നെ ലൈക്ക് നമ്മൾ ബോധപൂർവമായിരിക്കും ചില പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്, ചില പ്ലാൻസ് ഒക്കെ ബോധപൂർവം അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ പഠിത്തത്തിനെ കുറിച്ച് നിങ്ങൾ കുറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ബുധനാഴ്ച എക്സാം ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ കുറെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഏത് പോർഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, അങ്ങനെ കുറെ നിങ്ങൾ പ്ലാൻ ചെയ്യും. അതേസമയം ഇപ്പം ഒരു വീട്ടില് തന്നെയാണേലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണേലും നമ്മളുടെ അമ്മമാരൊക്കെ പ്ലാൻ ചെയ്യും. ഇപ്പം ഇന്ന് രാവിലെ ഒരു അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇന്നലെ പ്ലാൻ ചെയ്യും. അതിന് മാവ് അരയ്ക്കണം എന്നൊക്കെയുള്ളതെല്ലാം നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പം എല്ലാവരുടെ ലൈഫിൽ ലൈക്ക് ഇപ്പൊ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ സ്കൂളിൽ നിങ്ങൾ ഒരു എത്ര മണിക്ക്, ഒരു 8:30 വരണം എന്ന് സ്കൂളിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യും. അപ്പൊ ഏത് ബസ്സിൽ പോയാലായിരിക്കും 8:30 അവിടെ എത്താൻ പറ്റുക, അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം, അങ്ങനെ നിങ്ങൾ അറിഞ്ഞു അറിയാതെ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ കുറെ പ്ലാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, നല്ല എക്സാമിന് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ കുറെ പ്ലാൻ ചെയ്യും. നമുക്കറിയാവുന്ന ഇതെല്ലാം വെച്ചും നമ്മൾക്ക് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കിയും നമ്മൾ കുറെ വായിച്ചും പഠിച്ചും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്
നമുക്ക് എവിടെയാണോ എത്തേണ്ടത് ഇത് തമ്മിലുള്ള വിടവ് അഥവാ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതാണ് പ്ലാനിങ്ങിലൂടെ നടക്കുന്നത്. പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. ഇറ്റ് മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ തിങ്സ് ടു ഹാപ്പൻ. നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്ലാനിങ് നമ്മളെ സഹായിക്കും. അപ്പൊ അതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് what to do, how to do and who to do it. Planning bridges the gap from where we are to where we want to go. It makes it possible for things to happen. Kuhns O'Donnell എന്ന് പറയുന്ന കൂൺസ് ആൻഡ് ഓഡോണൽ രണ്ടുപേരാണ് ആ മാനേജ്മെന്റ് എക്സ്പേർട്സ് പറഞ്ഞൊരു ഡെഫിനിഷൻ ആണ്. പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ ടു ഡു ഇറ്റ്. Planning bridges the gap from where we are to where we want to go. It makes it possible for things to happen. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യുവോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പം പ്ലാനിങ്ങിൽ പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ, ഹൗ ടു ബി ഡൺ, വെൻ ടു ബി ഡൺ, who is to be done. ഇതാണ് പ്ലാനിങ്ങിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതൊരു ഗ്രാഫിക്കൽ ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. പ്ലാനിങ്ങിൽ പറയുമ്പോൾ എപ്പോഴും പ്ലാനിങ്ങിൽ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതുന്ന കാര്യമാണ്. ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്ലാനിങ് വഴി നമുക്ക് അതിന് സൊല്യൂഷൻസ് കിട്ടുവാണ് ചെയ്യുന്നത്. അപ്പം പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. നോ എന്റർപ്രൈസ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് വിത്തൗട്ട് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. പ്ലാനിങ് ഇസ് ദ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ്ങിനെ പറയുന്നത് ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. കാരണം പ്ലാനിങ് ഇല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എല്ലാ മാനേജ്മെന്റിന്റെയും ഹാർട്ടാണ് പ്ലാനിങ് എന്നാണ് പറയുന്നത്. അപ്പം അതെല്ലാരും പഠിച്ചു വെക്കുക. പ്ലാനിങ് ഇസ് ദ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ്. പിന്നെ പറയുന്നത് നോ എന്റർപ്രൈസ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് വിത്തൗട്ട് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. ഒരു ചിട്ടയായ പ്ലാനിങ് അഥവാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും അതിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പ്ലാനിങ് എല്ലാ ഓർഗനൈസേഷനും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിവിജ്വൽസിന് ഓരോ കാര്യം ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും ഈ ക്ലാസ് കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ വർക്കാണ് ചെയ്ത് വെക്കാനുള്ളത്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ക്ലാസ് ആണുള്ളത്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈവൻ ഇൻഡിവിജ്വൽസ് അത്രയും പ്ലാൻ ചെയ്യുന്നും അത്രയൊക്കെ പ്ലാനിങ് നമ്മൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസിനെ സംബന്ധിച്ച് പ്ലാനിങ് ഇതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലെ. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്ന് വന്നാലും സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാനിങ് എന്ന് വന്നാലും അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനിങ്, മെറിറ്റ്സ് ഓഫ് പ്ലാനിങ്, ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ആൻസർ ആണ് എഴുതേണ്ടത്. ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ് അഥവാ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം, നേട്ടങ്ങള്, ഗുണങ്ങള്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയൊക്കെ വന്ന ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6 പോയിന്റ്സ് ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് അഥവാ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. ആസൂത്രണം അഥവാ പ്ലാനിങ് ദിശ നൽകുന്നു, ഡയറക്ഷൻ നൽകുന്നു എന്നാണ് പറയുന്നത്. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് എങ്ങനെയാണ് ഡയറക്ഷൻ നൽകുന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പം ഒരാളിപ്പോ പാലയിൽ നിൽക്കുവാണ്. ആൾക്കിപ്പം കോട്ടയം വരെ പോകണം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആൾക്ക് കൃത്യം അറിയാം ആൾ പാലായിലാണ് നിൽക്കുന്നത്, കോട്ടയത്താണ് പോകണ്ടേന്ന് പറയാം. അപ്പം പ്ലാൻ ചെയ്യാം. കോട്ടയത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയാൽ കോട്ടയം വരെ എത്താം. അന്ന് പ്ലാൻ അത് ഭയങ്കര ഡെഫിനിറ്റ് ആണ്. കാരണം പാലായിൽ നിൽക്കുന്ന ഒരാൾക്ക് കൃത്യം പ്ലാൻ ഉണ്ട് എങ്ങോട്ടാ പോകേണ്ടത് എന്നുള്ളത്. കോട്ടയത്തിലേക്കാണ് പോകേണ്ടത്. അപ്പം കോട്ടയത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കോട്ടയം ബസ് കയറിയാൽ മതി. അത് ഒരു ഡെഫിനിറ്റ് കാര്യമാണ്, പ്ലാൻഡ് കാര്യമാണ്. അതേസമയം ആൾ പാലായിൽ നിന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, എങ്ങോട്ട് വേണേലും പോകാം എന്ന് പറഞ്ഞ് പാലായിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ടോ, എങ്ങോട്ടാ പോകേണ്ടതെന്ന് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഇല്ല. പ്ലാൻഡ് ആണ്. പാലായിൽ നിന്ന് കോട്ടയത്തേക്കാണ് പോകേണ്ടതെന്ന് പ്ലാൻഡ് ആണെങ്കിൽ ആൾക്ക് കൃത്യം ഡയറക്ഷൻ ഉണ്ട്. കോട്ടയം ബസ്സിൽ കയറിയാൽ മതി, പോകാൻ പറ്റും. പക്ഷെ പാലായിൽ നിന്ന് എങ്ങോട്ട് വേണേലും പോകാം, എവിടെ വേണേലും പോകാം എന്നുള്ള രീതിയിൽ നിന്ന ഒരു പ്ലാനും ഇല്ലാതെ നിന്ന ഡയറക്ഷനും ഇല്ല. അപ്പൊ അതാണ് പറയുന്നത് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യും. പ്ലാൻ നമുക്ക് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യും.
അപ്പം activities of the organization are directed towards the accomplishment of these objectives. Planning eliminates aimless activities and keeps the organization on the right path. അപ്പം എല്ലാ ഓർഗനൈസേഷന്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നതായിരിക്കും എല്ലാ ഓർഗനൈസേഷന്റെയും മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പം ഈ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെയിൻ ഒബ്ജക്റ്റീവ്, ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷന് പറ്റും. പ്ലാനിങ് ഒന്നും ഇല്ലാതെ, വെറുതെ ഒരു ലക്ഷ്യവും ഇല്ല, ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഓർഗനൈസേഷൻ എങ്ങോട്ടേലുമൊക്കെ ആൾക്കാരപ്പം എംപ്ലോയീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യും, വന്നിട്ട് മാനേജേഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെ നിന്നാൽ കൃത്യമായിട്ടുള്ള ആ ഡയറക്ഷൻ അല്ല, അഥവാ ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പം പ്ലാനിങ്ങിന്റെ സമയത്ത് ഓരോ ഓർഗനൈസേഷനും കൃത്യമായിട്ട് ഓരോരുത്തരും ചെയ്യാനുള്ള ആക്ടിവിറ്റീസും ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എംപ്ലോയീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, മാനേജേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാം പ്ലാൻ ചെയ്യുന്നത് വഴി ലൈക്ക് എയിംലെസ് ആയിട്ട് അഥവാ ഒരു ലക്ഷ്യമില്ലാത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തടയാനും അതുവഴി കറക്റ്റ് നമ്മൾ ആ റൈറ്റ് പാത്തിലൂടെ, കറക്റ്റ് ഡയറക്ഷനിലൂടെ പോകാനും പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യും പ്ലാനിങ്. എങ്ങനെയൊക്കെ പോകണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എംപ്ലോയീസ് ഏതൊക്കെ രീതിയിലാണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഡയറക്ഷനും പ്രൊവൈഡ് ചെയ്യാൻ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. ആസൂത്രണം ദിശ നൽകുന്നു. സെക്കൻഡ് പോയിന്റ് പറയുന്നത് പ്ലാനിങ് റെഡ്യൂസസ് റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. എന്ന് വെച്ചാൽ പ്ലാനിങ് അനിശ്ചിതത്വം കുറയ്ക്കുന്നു. ലൈക്ക് ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു അവസ്ഥ കുറയ്ക്കുന്നു. അനിശ്ചിതത്വം മൂലം ഉണ്ടാകുന്ന നഷ്ടം ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ കുറയ്ക്കും പ്ലാനിങ് മൂലം. അപ്പം അതിൽ പറയുന്നതാണ് പ്ലാനിങ് എനേബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു കോപ്പ് അപ്പ് വിത്ത് അൺസർട്ടനിറ്റി ആൻഡ് ചേഞ്ചസ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലാനിങ് ആൻഡ് എന്റർപ്രൈസ് ക്യാൻ predict future events and make due provision for them. അപ്പം പ്ലാനിങ് ഉണ്ടെങ്കിൽ ലൈക്ക് ഭാവിയിലെ സംഭവങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്ത് അത് ലൈക്ക് പ്ലാനിങ്ങിലൂടെ എങ്ങനെയായിരിക്കും ഭാവിയിൽ ഓരോ സംഭവങ്ങളും നടക്കുന്നതെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അൺസർട്ടനിറ്റി അഥവാ ലൈക്ക് ഒരു അനിശ്ചിതത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു അൺസർട്ടനിറ്റി അഥവാ അനിശ്ചിതത്വം കുറയ്ക്കാൻ സാധിക്കും. ലൈക്ക് ഇപ്പം ബിസിനസിനെ സംബന്ധിച്ചൊരു എന്താ പറയുക, ഒരു ട്യൂഷൻ എടുക്കുന്ന ഒരു സാറ്, ആ സാറ് ഈ ലൈക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്ത ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയപ്പം സാറിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ലൈക്ക് കൊറോണ വന്നാൽ അതിന് മരുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് ആൾക്കാരെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ക്യൂർ ചെയ്യാൻ സമയം എടുക്കും. അപ്പം ഇപ്പോഴും ഈ ക്ലാസ് റൂം ടീച്ചിങ് ആയിട്ട് പോയാൽ പിള്ളേരെ കിട്ടാൻ പാടായിരിക്കും. അപ്പൊ ആ സാറിന് ഈ ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് അൺസർട്ടൺ ആണ് ഫ്യൂച്ചർ, എപ്പോൾ ഇനി ക്ലാസ് തുടങ്ങാൻ പറ്റും എന്ന് അറിയത്തില്ല, അതുകൊണ്ട് ബെറ്റർ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുത്തു പോകുന്നതാണ് കൂടുതൽ നല്ലത്, അങ്ങനെയാണ് പിള്ളേരെയും കിട്ടാൻ എളുപ്പം ഉണ്ടാവും എന്നൊക്കെ സാറ് ഓൾറെഡി പ്ലാൻ ചെയ്യും. അതേസമയം ഇപ്പം ഓൺലൈൻ ആയിട്ട് എടുക്കുവാണെങ്കിൽ തന്നെ സാർ വിചാരിക്കും ലൈക്ക് റെക്കോർഡഡ് ക്ലാസ് കൊടുക്കണോ അതോ ലൈവ് ക്ലാസ് ആയിരിക്കും നല്ലത്. ലൈവ് ക്ലാസ് ആണെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലൈവ് ക്ലാസ് എടുക്കണം, ഗൂഗിൾ മീറ്റ് വേണോ, സൂം വേണോ, അങ്ങനെ എല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ച് പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ പ്ലാനിങ്ങിലൂടെ അതിന്റെ അൺസർട്ടനിറ്റി അഥവാ അനിശ്ചിതത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് സഹായിക്കും. അപ്പൊ അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. അപ്പം ആസൂത്രണം അനിശ്ചിതത്വം കുറയ്ക്കാൻ സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് നമുക്ക് നോക്കാം. തേർഡ് പോയിന്റിൽ പറയുന്നത് പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. എന്ന് വെച്ചാൽ ആസൂത്രണം പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നതും അനാവശ്യ പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കാനും ലൈക്ക് ചെയ്യുന്ന കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് ലൈക്ക് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ആസൂത്രണം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാനും അനാവശ്യ പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. അപ്പം പ്ലാനിങ് വഴി നമ്മൾക്ക് ഈ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ, ലൈക്ക് ഒരു കാര്യം ഒരേ സമയത്ത് പല കാര്യങ്ങളും കൂടി ചെയ്യുന്നതിനാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ വേറൊരു കാര്യം വന്നു, അപ്പൊ അതെല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്ത് കിടക്കും. എന്ന് വെച്ചാൽ ഒന്നിന്റെ മീതെ ഒന്ന് കിടക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ് വഴി ഓവർലാപ്പിങ്ങും കൺഫ്യൂഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനും അഥവാ മിനിമൈസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. നന്നായിട്ട് പ്ലാൻ ചെയ്താൽ നമുക്ക് ഈ ഓവർലാപ്പിങ്ങും കൺഫ്യൂഷൻസും ഒക്കെ അവോയ്ഡ് ചെയ്യാം, അഥവാ ഒരു പരിധിവരെ മിനിമൈസ് ചെയ്യാനെങ്കിലും സാധിക്കും.
ഇപ്പം ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് ഒരു ഒരു ബിസിനസ് ഫേമിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ്സ് നടക്കുമായിരിക്കും അല്ലെ. കസ്റ്റമേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, സപ്ലയേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, ഈവൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സുമായിട്ടുള്ള മീറ്റിംഗ്, പല ലൈക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുമായിട്ടുള്ള മീറ്റിംഗ്സ് എല്ലാം നടക്കുമായിരിക്കും. അപ്പൊ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാതെ ചുമ്മാ ഏതെങ്കിലും ഒരു സമയത്ത് മീറ്റിങ്ങിന് വന്നോളാൻ പറഞ്ഞാൽ എല്ലാവരും വന്ന് അവിടെ ക്യൂല് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും അല്ലെ. പക്ഷെ പ്രോപ്പർ ആയിട്ട് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യം 2 മണിക്ക് ഇന്ന ക്ലയന്റുമായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 മണിക്ക്, അത് 3 മണിക്ക് അടുത്ത മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മളുടെ ആരുടെ സമയവും ആക്ടിവിറ്റീസ് ഒന്നും നഷ്ടമാകത്തില്ല. എല്ലാവരുടെ സമയം എല്ലാം നന്നായിട്ട് എല്ലാം നടക്കും. അപ്പൊ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈവൻ നിങ്ങളുടെ ക്ലാസ്സിന്റെ ടൈം ടേബിൾ ആണെങ്കിൽ പോലും ടൈം ടേബിൾ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് പീരീഡ് തന്നെ അക്കൗണ്ടൻസിയും ബിസിനസ്സും എക്കണോമിക്സും എല്ലാ ടീച്ചേഴ്സോടെ വരും. പക്ഷെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് എന്ന്, എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് പീരീഡ് ആരാണ്, സെക്കൻഡ് അവർ ആരാണ്, അങ്ങനെ എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ പറ്റും. അപ്പം പ്ലാനിങ് എൻഷുവേഴ്സ് ക്ലാരിറ്റി ഇൻ തോട്ട് ആൻഡ് ആക്ഷൻ. Work is carried on smoothly without interruptions. There is no confusion and misunderstanding. Useless and redundant activities are minimized or eliminated. Redundant എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ എന്നാണ് അർത്ഥം. ഡ്യൂപ്ലിക്കേഷൻ, റിപ്പീറ്റേഷൻ എന്നൊക്കെയാണ് അർത്ഥം. എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കുറയ്ക്കാൻ സഹായിക്കും. അപ്പം തടസ്സങ്ങളില്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. റിപ്പീറ്റേഷനും ലൈക്ക് അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഈ 3rd പോയിന്റിൽ പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ പറഞ്ഞ 3 പോയിന്റും ക്ലിയർ ആണോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഹലോ, ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത 4th പോയിന്റ്. 4th പോയിന്റിൽ പറയുന്നത് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് അഥവാ ആസൂത്രണം നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്നോവേഷനെയും ക്രിയേറ്റിവിറ്റിനെയും ഒക്കെ പ്ലാനിങ് പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ് 4th പോയിന്റിൽ പറയുന്നത്. ഇപ്പം ഈ മാനേജേഴ്സ് ഒക്കെ ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ആണെങ്കിൽ മാത്രമേ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അത് ലൈക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും നന്നായിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. മാനേജേഴ്സ് ക്രിയേറ്റീവ് അല്ല ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ബിസിനസിനെ അത് ബാധിക്കും. അപ്പം ഇന്നോവേറ്റീവും ക്രിയേറ്റീവ് ആയിട്ടുള്ള മാനേജേഴ്സ് ഒക്കെ നല്ല ഡിസിഷൻസ് എടുത്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ പ്ലാനിങ് നടത്തണമെങ്കിൽ നന്നായിട്ട് ചിന്തിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം. ലൈക്ക് മറ്റ് ബിസിനസിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചാലേ ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം പ്ലാനിങ് ഈസ് തിങ്കിങ് ഇൻ അഡ്വാൻസ്. There is scope for finding better and different methods to achieve the desired objectives. This makes managers innovative and creative in thinking. അപ്പം നല്ല രീതിയിൽ പ്ലാനിങ് നടത്തി നന്നായിട്ടൊക്കെ ചിന്തിച്ച് ക്രിയേറ്റീവ് ആയിട്ട് ലൈക്ക് ബാക്കി മറ്റ് ബിസിനസിനേക്കാളൊക്കെ ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ചിന്തിച്ചാൽ ഈ കാലത്ത് ബിസിനസ് ഒക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ലൈക്ക് കോമ്പറ്റീഷനൊക്കെ നിന്ന് നന്നായിട്ട് ബിസിനസ് സക്സസ്ഫുൾ ആവണമെങ്കിൽ നന്നായിട്ട് പ്ലാൻ ചെയ്യണം, നന്നായിട്ട് ചിന്തിക്കണം. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ബേക്കറി നടത്തുന്ന ഒരു ആള്, ബേക്കറി എല്ലായിടത്തും ഉണ്ടല്ലേ, എല്ലായിടത്തും ബേക്കറി ഉണ്ട്. എല്ലാ ബേക്കറിയിലും തന്നെ ഈ കേക്ക് ഒക്കെ ആണെങ്കിൽ എല്ലാ ബേക്കറിയിലും തന്നെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ കേക്ക് എല്ലാ ബേക്കറിയിലും ഉണ്ട്. അപ്പൊ അതേ കേക്ക് ഒരു ബേക്കറിയിൽ വിറ്റ നാട്ടിലൊരു 5 ബേക്കറി ഉണ്ടായാൽ ആരും പ്രത്യേകമായിട്ട് ഒരു ബേക്കറിയിലേക്ക് വരത്തില്ല. അതേസമയം പുതിയ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള കേക്കുകളോ, ഇപ്പൊ നമ്മളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള കേക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ കേക്ക് ഉണ്ടാക്കി തരും, അങ്ങനെയുള്ള കസ്റ്റമൈസ് ചെയ്ത കേക്കുകൾ, അങ്ങനെ പുതിയ രീതിയിലുള്ള ഇന്നോവേറ്റീവും ക്രിയേറ്റീവും ആയിട്ടുള്ള രീതികളിൽ പ്ലാൻ ചെയ്ത് അതുപോലെ ബിസിനസ് നടത്തുവാണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇന്നോവേറ്റീവും ക്രിയേറ്റീവും ആയിട്ടുള്ള മാനേജേഴ്സ് ഒക്കെയാണ്
നമ്മുടെ ബിസിനസ്സിലുള്ളെങ്കിൽ അവർ നന്നായിട്ട് പ്ലാൻ ചെയ്യും, നന്നായിട്ട് അവർ ആലോചിക്കും എങ്ങനെ പ്ലാൻ ചെയ്താലാണ്, എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സിന് കൂടുതൽ ആൾക്കാരെ കിട്ടുക, കസ്റ്റമേഴ്സിനെ കൂടുതൽ എങ്ങനെ കിട്ടുക, ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ച് ഇന്നോവേറ്റീവും ക്രിയേറ്റീവും ആയിട്ടുള്ള ഐഡിയാസിലൊക്കെ ചിന്തിച്ച് നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് അത് നയിക്കാൻ സാധിക്കും. അപ്പം തേർഡ് പോയിന്റ് അതാണ് പറയുന്നത്, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. ഫിഫ്ത്ത് പോയിന്റ്, പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് സൗകര്യം ഒരുക്കുന്നു അല്ലെ സഹായിക്കുന്നു. അപ്പം പ്ലാനിങ് എങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ പ്ലാനിങ്ങിൽ ആദ്യം കണ്ട ഡെഫിനേഷൻ ഉണ്ടായിരുന്നു, പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൂ ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ഇറ്റ്. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ ആദ്യം കണ്ട ഡെഫിനേഷൻ തന്നെ. ലൈക് പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ലൈക് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, ഹൂ ഈസ് ടു ബി ഡൺ, ബൈ ഹും ഈസ് ടു ബി ഡൺ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പ്ലാനിങ്ങിനെ കുറിച്ച് കണ്ട ഡെഫിനിഷൻ. അപ്പൊ ഇതിലെല്ലാം എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ആര് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്, എങ്ങനെ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്, എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ പ്ലാനിങ് മുഴുവൻ പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ്. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് പ്ലാനിങ്ങിൽ പറയുന്നത്. അപ്പം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തന്നെ പല മെത്തേഡ്സ് ഉണ്ടാവും. ഒരേ കാര്യം ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമുക്ക് ചെയ്യാം ഒരേ കാര്യം. അപ്പം ആ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം കണ്ടെത്തിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണോ അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. ഒരു കാര്യം തന്നെ ചെയ്യാം, പല രീതിയിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പം നമുക്ക് പാലായിൽ നിന്ന് എറണാകുളം വരെ പോകണം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ പാലായിൽ നിന്ന് എറണാകുളം വരെ പോകാൻ നമുക്ക് പല റൂട്ടുണ്ട്, പല രീതിയിൽ നമുക്ക് വേണേ പോകാം. ഏതൊക്കെ പല പല രീതിയിൽ നമുക്ക് പോകാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പാലായിൽ നിന്ന് എറണാകുളം വരെ പോകാൻ ഏതൊക്കെ റൂട്ടിൽ പോകാം എന്ന് നമ്മൾ ആദ്യം നോക്കും. ആ റൂട്ടിൽ ഏറ്റവും കിലോമീറ്റർ കുറവ് ഏത് റൂട്ടിൽ പോയാലാന്ന് നോക്കും. ആ റൂട്ട് ലൈക്ക് ടാറിങ് ഒക്കെ നല്ലതാണോ, റോഡ് നല്ലതാണോ എന്ന് നോക്കും. അപ്പം ഏറ്റവും പല ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ പ്ലാൻ ചെയ്യും, ഏത് ഡിസിഷൻ എടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റോഡ് നല്ലതായിട്ടുള്ളതും കിലോമീറ്റർ കുറഞ്ഞിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ല റോഡ് ഏതാ, കിലോമീറ്റർ ഏറ്റവും കുറവ് ഏതാ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ പ്ലാനിങ്ങിലൂടെയാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. പല ഓപ്ഷൻസും ഉണ്ടാവും. ആ പല ഓപ്ഷൻസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത്, പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആസൂത്രണം സഹായിക്കുന്നു. സിക്സ്ത് പോയിന്റിൽ പറയുന്നത്, പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോൾ. പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോൾ. ആസൂത്രണം നിയന്ത്രണത്തിന് നിലവാരം നിശ്ചയിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ്, കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് പ്ലാനിങ് വഴി നമുക്ക് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. നമ്മൾ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് പഠിച്ചു 5 ഫങ്ഷൻസ് ഉണ്ട് മാനേജ്മെന്റിന് അല്ലെ. ആദ്യത്തെ ഫങ്ഷൻ എന്താ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പൊ ഫസ്റ്റ് ഫങ്ഷൻ പ്ലാനിങ് ആണ്, ലാസ്റ്റ് ഫങ്ഷൻ കൺട്രോളിംഗും ആണ്. അപ്പം മാനേജ്മെന്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്ലാനിങ് ആൻഡ് എൻഡ്സ് വിത്ത് കൺട്രോളിങ് എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പം മാനേജ്മെന്റിന്റെ ഫങ്ഷൻ പഠിച്ചപ്പം 5 ഫങ്ഷൻ ഉണ്ട് മാനേജ്മെന്റിന്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അപ്പൊ നമുക്ക് പറയാം മാനേജ്മെന്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്ലാനിങ് ആൻഡ് എൻഡ്സ് വിത്ത് കൺട്രോളിംഗ് എന്ന് പറയാം. ഈ കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ലൈക് കൺട്രോളിങ്ങും പ്ലാനിങ്ങിനെ അറിയപ്പെടുന്നത് ട്വിൻസ് ഇൻ മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. മാനേജ്മെന്റ് ഫംഗ്ഷനിലെ ട്വിൻസ് എന്നാണ് കൺട്രോളിങ്ങിനെയും പ്ലാനിങ്ങിനെയും അറിയപ്പെടുന്നത്. ട്വിൻസ് ഇൻ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്നാണ് കൺട്രോളിങ്ങിനെയും പ്ലാനിങ്ങിനെയും അറിയപ്പെടുന്നത്. അത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ഇൻസെപ്പറബിൾ ആണ്. ലൈക്ക് വേർതിരിക്കാൻ പറ്റത്തില്ലാത്ത റിലേഷൻ ആണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് അത് ലൈക്ക് ആദ്യം നമ്മൾ ഒരു മാനേജ്മെന്റിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാനിങ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുന്നതാണ് കൺട്രോളിങ്. ഈ പ്ലാനിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ലൈക്ക് ഒരു ഡിസിഷൻ എടുക്കും അല്ലെ, എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുവാണ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. ഇപ്പം ഒരു ബിസിനസിനെ സംബന്ധിച്ചാണെങ്കിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത് എന്താ, ലൈക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് വേണം എന്നാണ് ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്. 1 ലക്ഷം രൂപ
ഒരു വർഷം പ്രോഫിറ്റ് വേണം, മിനിമം ഒരു പ്രോഫിറ്റ് 1 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് വേണം എന്നാണ് നമ്മൾ പ്ലാനിങ്ങിൽ നമ്മൾ ആലോചിച്ച് വെച്ചേക്കണം. നമ്മളുടെ ഒബ്ജക്റ്റീവ് അതാണ്. ലൈക്ക് നമ്മൾ പ്ലാൻ ചെയ്തു ഇന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന 1 ലക്ഷം രൂപ വേണം എന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. കൺട്രോളിങ് നമ്മൾ എന്താ ചെയ്യുന്നത്, ആക്ച്വലി എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് എന്ന് നോക്കും. ആക്ച്വലി കിട്ടിയ പ്രോഫിറ്റ് ഒരു 60,000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത 1 ലക്ഷം രൂപയും ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് വന്ന 60,000 രൂപയെ ആക്ച്വൽ ആയിട്ട് വന്നുള്ളൂ. അപ്പം എന്താണ് ചെയ്യുന്നത്, ലൈക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി ആ വ്യത്യാസം നികത്താൻ വേണ്ടി എന്ന് വെച്ചാൽ ഈ അടുത്ത വർഷമെങ്കിലും ഈ 1 ലക്ഷം അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് അഥവാ എന്തൊക്കെ ചെയ്താലാണ് ഈ ഗ്യാപ്പ് കുറയുക, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് കൺട്രോളിങ് പ്രോസസ്സിലൂടെ. പ്ലാനിങ്ങിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, ലൈക്ക് എത്രയാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്, എത്രയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്ലാനിങ്ങിൽ ഫിക്സ് ചെയ്യുന്നു. അത് നമ്മൾ 1 ലക്ഷം രൂപ എന്ന് ഫിക്സ് ചെയ്തു. കൺട്രോളിങ്ങിന് നമ്മൾ ഈ ഓൾറെഡി ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിൽ നിന്ന് ആക്ച്വൽ പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കറക്റ്റീവ് ആക്ഷൻ എന്ന് വെച്ചാൽ എത്രയാണോ കുറവ് അതിന് എങ്ങനെയാണ് നമ്മൾ അടുത്ത പ്ലാനിങ് നമ്മൾ നടത്തും, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യേണ്ടത്, അടുത്ത വർഷം നമ്മൾ എങ്ങനെയാണ് ആ പൈസയിലേക്ക് എത്തിക്കുക എന്നൊക്കെ തീരുമാനിക്കും. ഇതൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി പ്ലാനിങ് വേണം. കാരണം ഈ കൺട്രോളിങ് നടത്തണമെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് ഏതിലാ, പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത് പ്ലാനിങ് പ്രോസസ്സിലൂടെയാണ്. പ്ലാനിങ്ങിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, ഇത്ര വേണം എന്നുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. കൺട്രോളിങ്ങിൽ ഈ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. പ്ലാനിങ് പ്രൊവൈഡ്സ് ബേസിസ് ഫോർ കൺട്രോളിങ്. പ്ലാൻസ് സെർവ് ആസ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. These standards fixed through planning help control the performance of business. അപ്പൊ പ്ലാനിങ്ങിലൂടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ആണ് കൺട്രോളിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിംഗ്. ആസൂത്രണം നിയന്ത്രണത്തിന് നിലവാരം നിശ്ചയിക്കുന്നു. അതാണ് 6th പോയിന്റ്. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് മനസ്സിലായോ? ഹലോ, ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിന് 6 പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തേത് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, ലൈക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻ തരുന്നു. സെക്കൻഡ് പോയിന്റ് പ്ലാനിങ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. തേർഡ് പോയിന്റ് പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ഫോർത്ത് പോയിന്റ് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. Fifth point, planning facilitates decision making. Sixth point, planning establishes standards for control. എല്ലാവർക്കും 6 പോയിന്റ് മനസ്സിലായോ?